Hi all, welcome back. Today I'm going to show you a recipe using green gram leaf and gooseberry chutney. Before that, let me introduce you two expressions related to the word green. നമുക്ക് green room എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കും. What is that? Backstage room. അതൊരു backstage room ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Green വെച്ചിട്ട് ഒരുപാട് അതേപോലത്തെ expressions ഉണ്ട്. Let us check it out. First expression is go green on someone. What does that mean? Turn against someone or to get angry. I didn't do anything. Please don't go green on me. Second expression, when the word green is used in a sentence as an adjective. What is an adjective? The describing word. For example, Tom is handsome. Here, handsome is a word used to describe Tom. So that is an adjective. Likewise, if we use green as an adjective, the meaning is inexperienced. Inexperienced person. I think the newly joined teachers are pretty green. ഇനി നമുക്ക് നമ്മുടെ കുക്കറിയിലേക്ക് കടക്കാം. Let us get into the video. Please check it out. And before that, let me tell you something. This is not the tastiest recipe, which I would say. This is the healthiest recipe. Because I used green gram leaf and I used gooseberry for my chutney. നിങ്ങൾ കണ്ടു നോക്കൂ, ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ടേസ്റ്റും ഉണ്ട്, ടേസ്റ്റ് ഇല്ല എന്നല്ല. ഗൂസ്ബെറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഇഫ് യു ലൈക്ക് ഗൂസ്ബെറി, ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഇറ്റ് ഇസ് എ വെരി നൈസ് ചട്നി. ഇറ്റ് വിൽ ഗോ വിത്ത് റൈസ് ആൻഡ് ഓൾസോ ദോസ, ഇഡ്ലി ആൻഡ് ഓൾ. Green leaf. ഗ്രീൻ ഗ്രാമിൻ്റെ ലീഫ്. Green gram in the leaf. Looks like lots of flowers I am holding. ഇത് ഞാൻ ചുമ്മാ ചട്ടിയിൽ നട്ട ഗ്രീൻ ഗ്രാം ലീഫാണ്. ഇത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. മൈക്രോ ഗ്രീൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അല്ലാതെയാണ് ഞാനിത് ചെയ്തത്. എൻ്റെ ചട്ടിയിലാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ ചപ്പാത്തിയിൽ ഇട്ടിട്ട് കഴിച്ചു. ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇനിയിപ്പം വേറൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. റവ ഇഡ്ഡലി നമ്മൾ ചെയ്യില്ലേ, സെയിം പ്രൊസീജിയറാണ്. അതിനകത്ത് ഗ്രീൻ ലീഫ് ഇട്ടുന്നേ ഉള്ളൂ. 1 കപ്പ് റവ, ദെൻ 3/4 കപ്പ് കേർഡ്, എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചു. ആ റവയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നമുക്കത് 1 hour ബിഫോർ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ആയാലും കുഴപ്പമില്ല. അതൊന്ന് സോക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് ഇടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ജീരകം ഇടുന്നുണ്ട്. അതിൽ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. നെല്ലിക്ക ചമ്മന്തിയാണ്. ഞാൻ ഫ്രീസ് ചെയ്ത നെല്ലിക്ക, അന്നേ ഫ്രീസ് ചെയ്ത നെല്ലിക്കയാണ്. ഇത് കട്ട് ചെയ്യാനും എളുപ്പമാണ്. ഇതിനകത്തിട്ടത് നെല്ലിക്കയും റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ സോൾട്ടും ഒരല്പം ജീരകമുണ്ട്. അപ്പോൾ ഗൂസ്ബെറി ചട്നിയായി. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് വെള്ളം ഇടുക, നന്നായി ബ്ലെൻഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗൂസ്ബെറി ചട്നി. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റില്ല. വൈ? ഇഡ്ലിൻ്റെ സ്പൈസ് കൂടുതലായിപ്പോയി, ഇതും സ്പൈസി ആയിപ്പോയി. സ്പൈസി ആയതുകൊണ്ടാണ് ടേസ്റ്റ് ഇല്ലാത്ത. സ്പൈസി ഇല്ലാണ്ട് തരാന്നാല് ചട്നി. പക്ഷെ കഴിക്ക് പ്ലീസ്. If you like this video, please like, share and subscribe. Bye. നീ കഴിക്കാണ്ടാണോ ഇത് പറയുന്ന? ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണോ ഞാൻ ഷെയർ ചെയ്യാം? അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ? സ്പൈസി അല്ലെങ്കിൽ ഷുവറാ? ഓക്കെ, താങ്ക് യു. If you find this video useful, please support me by liking, sharing and subscribing. Thank you for watching. Have a great day. Bye bye.